ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലുവയിൽ തോട്ടയ്ക്കാട്ടുകരയിൽ നിന്ന് ആലങ്ങാടേക്ക് പോകുന്ന ആ റൂട്ടിലുള്ള ഒരു വൃദ്ധസ്ഥാനത്തിലാണ്. ആ വൃദ്ധസ്ഥാനത്തിൻ്റെ ബോർഡ് ഞാൻ കാണിക്കാം, ഇവിടുത്തെ അമ്മമാരെ കാണിക്കാം. അങ്ങനെ യൂസഫ് അലി സാറ് ഇപ്രാവശ്യം 2026 എനിക്ക് റംസാൻ സമയത്ത് തന്ന സമ്മാനത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുക്കാനായിട്ടാണ് എത്തിയത്. ഈ വൃദ്ധസ്ഥാനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ ബാക്ക് ക്യാമറയിലൂടെ കാണിക്കാം. ഓക്കെ, വേറെ ആരുമില്ല ഇന്ന് വീഡിയോ പിടിക്കാൻ, ഞാനും ദൈവം മാത്രമേ ഉള്ളൂ. വേണത്തായിരുന്നെങ്കിൽ ആരെങ്കിലും വിളിക്കായിരുന്നു. ഇവിടെ ഉണ്ട്, ആരെ ശല്യപ്പെടുത്തണ്ട. അങ്ങനെ ഭയങ്കര ഫോർമലൊന്നും അല്ലല്ലോ, ജസ്റ്റ് ജനകീയമായൊരു വീഡിയോ മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മറ്റേ ബാക്ക് ക്യാമറയിലൂടെ കാണിക്കാം. ഓക്കെ, ഇതാണ് ഞാനിപ്പം എത്തിയിരിക്കുന്ന ആലുവ തോട്ടയ്ക്കാട്ടുകരയിൽ നിന്ന് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും കനാൽ റോഡേ തിരിയണം. അല്ലെങ്കിൽ UC കോളേജിൻ്റെ അടുത്തായിട്ട് വരുന്ന സുഹൃതം ചാരിറ്റബിൾ സൊസൈറ്റി, തണ്ടിക്കൽ തോട്ടക്കാട്ടുകര, ആലുവ PO. ഇതാണ്. നമുക്കൊന്ന് അമ്മമാരെയൊക്കെ ഒന്ന് കാണാം. ഇവിടെ മുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, സുഹൃതം ചാരിറ്റബിൾ സൊസൈറ്റി, തണ്ടിക്കൽ തോട്ടക്കാട്ടുകര, ആലുവ. താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് കാണാം. ഞാനിവിടെ ഉള്ള അമ്മമാരെയൊക്കെ ഒന്ന് കാണിക്കാം. അമ്മമാരൊക്കെ ഞാൻ വരുമെന്ന് പറഞ്ഞ് എങ്ങനെ കാത്തിരിക്കുകയാണ്. സുഖമല്ലേ? ആ, ആരോ കഴിച്ചോ? ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ? ആ, രാവിലെ കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചു. ഒട്ടും പഴവും ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. കഴിച്ചിരിക്കുന്ന ഞാനിപ്പോൾ എത്തിയല്ലേ ഉള്ളൂ. ഉച്ചയ്ക്കുള്ളത് ശരിയായിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലേ? ഓക്കെ. അമ്മാ സുഖമല്ലേ? ഒരു മാലാക അമ്മ അങ്ങനെ ഇരിപ്പുണ്ട്. ഓരോ അമ്മമാരും അങ്ങനെ ഇരിക്കുകയാണ്. ഹായ്, സുഖമല്ലേ? ഇതാണ് ഇവിടെ ഉള്ള ഇത് നടത്തിക്കുന്ന രജനി സേവിയർ. രജനിയുടെ ഹസ്ബൻഡ് സേവിയറും കൂടെയാണ് ഈ സുഹൃതം ചാരിറ്റി നടത്തുന്നത്. 2 വാക്ക് പറയും രജനി ഇതിനെക്കുറിച്ച്. നമസ്കാരം. ഞങ്ങളെ ഈ സുഹൃതം ചാരിറ്റബിൾ തുടങ്ങിയിട്ട് ഇവിടെ വന്ന് 12 വർഷമായി. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് 5 വർഷമായേ ഉള്ളൂ. ലേഡീസ് മാത്രമാണ്, നേരത്തെ ജെൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ജെൻസിനെ വേറൊരു ഓൾഡേജ് ഹോമിലോട്ട് മാറ്റി ഇപ്പോൾ ലേഡീസ് മാത്രം 15 അമ്മമാരടങ്ങിയ ഒരു ഒരു കൊച്ചു കുടുംബം. അതെ, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം 75, 50, 100, 150, 700. പത്തനാപുരം ഗാന്ധി ഭവനിലൊക്കെ ആയിരക്കണക്കിനുണ്ട്. ഉണ്ടായിരുന്നു. അതെ, കാരണം കുഞ്ഞു കുടുംബം അല്ല, അതാകുമ്പോൾ നന്നായിട്ട് നോക്കാനും ഇത്രയും കാര്യമായി നോക്കാനും എല്ലാം പറ്റും. കുഴപ്പമില്ല, നന്നായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയൊക്കെ ഒരുപാട് വളരെ കഷ്ടപ്പാടുള്ള അമ്മമാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ എന്തായാലും നന്നായി. ശരിയാ, റെഡിയാക്കി എഴുതും. ഓക്കെ, ഇവരെല്ലാവരും മക്കളും കുടുംബമൊക്കെ ഉണ്ടായിരുന്നവരല്ലേ? അല്ലേ? മക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരൊക്കെ വരുമോ? മക്കൾ വരുമോ എന്ന് ചോദിച്ചാൽ അമ്മമാർക്ക് ചിരി മാത്രമേ ഉള്ളൂ. ഉമ്മ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ ചിലരുടെ മക്കൾ തിരിഞ്ഞു നോക്കും, ചിലർ തിരിഞ്ഞു നോക്കൂല അല്ലേ? കുഴപ്പമില്ല. എല്ലാം എന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടല്ലോ, ഇവിടെ എത്തിയല്ലോ. അത് നന്നായി. മരിച്ചാൽ പോലും വരൂല എന്ന് പറയുന്നവരുടെ മക്കളെ പോലും ഞാനിവിടെ വന്നിട്ടുണ്ട്, അവര് നോക്കിയിട്ടുണ്ട്, പിന്നെ വരാമെന്ന്. പിന്നെ ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം. തീർച്ചയായും കണ്ടോ, യഥാർത്ഥത്തിൽ നമ്മൾ എത്ര കോടികളും എത്ര ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ഉണ്ടാക്കിയാലും, എത്ര വലിയ കസേരകളിലിരുന്നാലും, എത്ര ഉന്നതങ്ങളിലിരുന്നാലും അവസാന ദിവസം നമുക്ക് ചോദ്യങ്ങളുണ്ടാകും ദൈവത്തിൻ്റെ മുമ്പിൽ. ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, ചോദ്യോത്തര ദിവസം. അന്ന് നമ്മുടെ അമ്മമാരോട് ചോദിക്കും, മക്കൾ എവിടെയായിരുന്നു, നോക്കിയോ ഇല്ലയോ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുമെന്നും നിൻ്റെ വാക്കുകളാൽ തന്നെ നീ ശിക്ഷ ഏറ്റുവാങ്ങുമെന്നും ബൈബിൾ വചനം ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇവരുടെ മക്കൾ പലരും എത്തുന്നെങ്കിലും എത്തിയില്ലെങ്കിലും എന്നെപ്പോലെയുള്ള 100 കണക്കിന് 1000 കണക്കിന് മക്കൾമാർ മറ്റമ്മമാരെ അച്ഛന്മാരെ നോക്കാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഞങ്ങളെപ്പോലെയുള്ളവർ ഞങ്ങളാൽ കഴിവുള്ള രീതിയിലുള്ള സഹായങ്ങൾ, നോട്ടം, ശ്രദ്ധ അതെല്ലാം നമ്മൾ കൊടുക്കും. കാരണം ദൈവത്തിൽ വിശ്വാസം മാത്രം പോരാ, അതിൻ്റെ തത്വങ്ങളും കൂടെ അറിയാമെങ്കിൽ തീർച്ചയായും സേവനം. സ്വാർത്ഥൻ ഒരിക്കലും സ്വർഗത്തിലും എത്തൂല, ദൈവത്തിൻ്റെ അടുത്തും എത്തൂല. നിസ്വാർത്ഥൻ അവർ തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു പുണ്യകർമ്മമാണ്
കുറേ പണം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല. നമ്മൾ പോകുമ്പോൾ നമ്മളോടൊപ്പം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലാണ് ഒന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള നമ്മൾ ദാനം, സക്കാത്ത്, ദാനം ചെയ്യുക എന്നുള്ളത്. അതാണ് യൂസഫ് അലി സാറ് എല്ലാ വർഷങ്ങളും കോടിക്കണക്കിന് രൂപ ദാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് കൊടുക്കാതിരുന്നാൽ തന്നെ വീണ്ടും ഒരു റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പറ്റും, അതിനേക്കാൾ അപ്പുറം വാങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതാക്കും. പിന്നെ നമുക്ക് വേണ്ടി കിട്ടുന്ന പ്രാർത്ഥന, ഒരുപാട് അമ്മമാരെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ. പിന്നെ നമ്മൾ നേടുന്ന ജ്ഞാനം, ഒരു ഡിവൈൻ നോളജ്, ദൈവികമായ ആ ജ്ഞാനമൊക്കെ നേടിയാൽ എല്ലാവർക്കും നല്ലത് തന്നെ വരും. വളരെ സന്തോഷം. അപ്പോൾ ഒരു ചെറിയ സമ്മാനമുണ്ട് ഇവിടെ കൊടുക്കാൻ, അത് ഞാൻ കാണിക്കാം. 10,000 രൂപയായിട്ട് അത് ഞാൻ വർദ്ധിപ്പിച്ച് കൊടുക്കാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഏകദേശം 10ഓളം അപേക്ഷയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 5,000 രൂപ വെച്ച് 50,000 രൂപ. പക്ഷെ 10 അപേക്ഷകൾ വന്നില്ല. പലർക്കും അപ്ലൈ ചെയ്യാൻ മടിയാണ്, ചുമ്മാ കിട്ടിയാൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ കുറച്ചെണ്ണം അപ്ലൈ ചെയ്തില്ല, കുറച്ചെണ്ണേ വന്നോളൂ. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് കൊടുക്കാനുള്ള പൈസയും കൂടെ 10 വന്നെങ്കിൽ 5,000 കൊടുക്കുള്ളായിരുന്നു. നമ്പർ കുറഞ്ഞപ്പോൾ ഞാൻ അതുകൂടെ ഇവർക്ക് കൊടുത്തു. അതുകൊണ്ട് 10,000 രൂപയുടെ ചെക്ക്. ഇത് യൂസഫ് അലി സാറിൻ്റെ വകയാണ്, എൻ്റെ വകയല്ല. പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി സാറ് നിങ്ങൾക്ക് എന്നിലൂടെ എത്തിച്ചിരിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു 5 ചാക്ക് അരി സുഖമായിട്ട് വാങ്ങിക്കാം. 6 മാസത്തേക്കുള്ള ചോറ് കഴിക്കാം, ആഹാരം കഴിക്കാം. അല്ല, എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ യൂസഫ് അലി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. യൂസഫ് അലി സാറിന് ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും കിട്ടുന്നതിനനുസരിച്ച് ഒരുപാട് മലയാളികൾക്കും ലോകത്ത് ഒരുപാട് പേർക്കും ഗുണമുണ്ടാകും. താങ്ക് യു. നിങ്ങൾക്കും സഹായിക്കാൻ കഴിയുമെന്നുള്ളവർക്ക് ഞാനത് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരാം, കാണാം, എന്നിട്ട് നിങ്ങളാൽ കഴിവുള്ള സഹായങ്ങൾ ചെയ്യാം. ലവ് യു. താങ്ക് യു. ഇവങ്ങള് കുടിക്കണ്ടേ?